നമസ്കാരം. കണ്ട ദൃശ്യങ്ങൾ കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ 2 തവണ SFI പ്രവർത്തകൻ മുഖത്തടിക്കുന്നതാണ്. കണ്ട ദൃശ്യങ്ങൾ SFI പ്രവർത്തകൻ പ്രിൻസിപ്പൽ 2 കാലിൽ നടക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ്. കണ്ട ദൃശ്യങ്ങൾ കാര്യവട്ടത്ത് സാൻജോസ് എന്ന KSU പ്രവർത്തകൻ അടികിട്ടി നിൽക്കുന്നതാണ്. കാണാത്ത ദൃശ്യങ്ങളിൽ കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പലിന്റെ അടിയേറ്റ് കർണപുടം തകർന്ന SFI-കാരനുണ്ടത്രേ. ഉണ്ടെങ്കിൽ അതും പുറത്തുവരണം. തെരഞ്ഞെടുപ്പിലെ തോൽവിക്കൊരു കാരണമായി CPM സംസ്ഥാന സമിതി തന്നെ വിലയിരുത്തിയത് SFI നേതാക്കളുടെ ധാർഷ്ട്യം നിറഞ്ഞ പ്രവർത്തനമാണ്. ക്യാമ്പസുകളിൽ കൊലവിളിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ, കോളേജിൽ തന്നെയുള്ള KSU നേതാവ് AK ജാനിബ്, SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സാദിഖ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ AM ഷിനാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആദേശ് സുധർമൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന കാര്യങ്ങൾ അദ്ദേഹം പറയും. ആദ്യം ഞാൻ SFI പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. മുഹമ്മദ് സാദിഖ്, ഇന്നലെ ഉണ്ടായതാണ്. കൊയിലാണ്ടി കോളേജിൽ നടന്ന സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് എതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. 4 SFI പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. എന്തിനാണ് ആ നടപടി? ശ്രീമതി സ്മൃതി പരുത്തിക്കാട്, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പറയൂ. കേൾക്കാമോ? പറയൂ. ഈ പാനലിൽ ഗുരുദേവ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ സുനിൽ ഭാസ്കർ ഉണ്ട്. എന്നോട് ചോദിച്ച ചോദ്യം താങ്കൾ സ്വാഭാവികമായും ചോദിക്കേണ്ടത് അദ്ദേഹത്തോടാണ്. എന്തിനാണ് ഇത്തരത്തിൽ ആ ക്യാമ്പസിലെ യൂണിയൻ ഭാരവാഹികളായിട്ടുള്ള, ആ ക്യാമ്പസിലെ SFI പ്രവർത്തകരായിട്ടുള്ള 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതിനുള്ള വിശദീകരണം നൽകേണ്ടത് അദ്ദേഹമാണ്, ഞാനല്ല. സ്വാഭാവികമായും ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയും യൂണിയൻ ഭാരവാഹികളെയും പുറത്താക്കിയതെന്ന് അദ്ദേഹം വിശദീകരിക്കണം. SFIയെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. ആദ്യം കണ്ട ദൃശ്യങ്ങൾ താങ്കളും കണ്ടല്ലോ മുഹമ്മദ് സാദിഖ്. ആ ദൃശ്യങ്ങളെക്കുറിച്ച് എന്താണ് SFIയുടെ അഭിപ്രായം? ഈ ഡിബേറ്റിൻ്റെ ഇൻട്രോയിൽ സ്മൃതി തന്നെ സൂചിപ്പിച്ചതുപോലെ കാണാത്ത ദൃശ്യം വേറെയുമുണ്ട്. ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് പുറത്തുവിട്ട CCTV ഫുട്ടേജിൽ കണ്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിൽ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ കൊയിലാണ്ടിയിലെ SFIയുടെ ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള അഭിനവ് എന്ന വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ കർണപുടം തകർന്ന് ചികിത്സയിലാണ്, വേദനയിലാണ്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് ഈ ക്യാമ്പസിലെ പ്രിൻസിപ്പളായ സുനിൽ ഭാസ്കറാണ്. അദ്ദേഹത്തിൻ്റെ മർദ്ദനത്തോടു കൂടിയാണ് ഈ സംഘർഷം ആ ക്യാമ്പസിൽ ആരംഭിച്ചത്. അത്തരമൊരു ദൃശ്യം പൂഴ്ത്തിവെക്കുകയാണ് നിലവിൽ ആ കോളേജ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അധ്യയന വർഷാരംഭത്തിൻ്റെ ഘട്ടത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കാറുള്ളത് പോലെ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും വിദ്യാർത്ഥികൾ പുതുതായി ആ ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന 1ാം വർഷ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ട അഡ്മിഷൻ അസിസ്റ്റൻസ് നൽകുന്നതിന് വേണ്ടിയുമുള്ള ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചു. എല്ലാ ക്യാമ്പസുകളിലും നടക്കാറുള്ളതാണ്. എന്നാൽ ഏകാധിപതിയായ, ധിക്കാരിയായ, ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടപ്പെടണം എന്ന് കരുതുന്ന സുനിൽ ഭാസ്കർ എന്ന പ്രിൻസിപ്പൾ അത് തടയുകയും, മുൻകാലങ്ങളിൽ പല യൂണിയൻ പ്രവർത്തനങ്ങളും തടഞ്ഞതുപോലെ അദ്ദേഹം ഈ പ്രവർത്തനത്തെ തടയുകയും, ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടി SFIയുടെ മേൽക്കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആ ക്യാമ്പസിൽ കടന്നു വരികയും ചെയ്തു. സ്വാഭാവികമായും ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലക്ക് അതിൻ്റെ നേതാക്കൾ ക്യാമ്പസിലേക്ക് കടന്നു വരാറുള്ളതും സ്ഥാപനത്തിലെ മേധാവികളുമായി സംസാരിക്കാറുള്ളതും പതിവുള്ളതാണ്. അത്തരമൊരു സംസാരത്തിൻ്റെ ഘട്ടത്തിൽ മാന്യമായ ആ നേതാക്കളെ സ്വീകരിച്ചിരുത്തി സംസാരിക്കുന്നതിന് പകരം വളരെ മോശമായ രൂപത്തിൽ അസഭ്യവർഷം നടത്തുകയും ഈ ചർച്ചയിൽ എനിക്ക് തന്നെ ദൃശ്യങ്ങൾ കാണുമ്പോൾ കടന്നു വരുന്ന സംഘം നേരെ തല്ലുന്നതാണ് കാണുന്നത്. താങ്കൾ ഈ പറയുന്ന പോലെ എഡിറ്റ് ചെയ്ത് ആണെങ്കിൽ തന്നെയും താങ്കൾ പറയുന്നു മറിച്ചുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ കാണട്ടെ. ഞാൻ പ്രിൻസിപ്പളിനോട് ചോദിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയേണ്ടതുണ്ട്. ആ നടപടി ശരിയാണോ?
അതിനു മുമ്പുണ്ടായ പ്രകോപനത്തെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ നമുക്ക് എന്ത് പ്രകോപനം ഉണ്ടായെങ്കിലും ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉണ്ടല്ലോ മുഹമ്മദ് സാദിഖ്. നിങ്ങൾ നേരിട്ടെല്ലാം കൈകാര്യം ചെയ്യാൻ, നിങ്ങൾ നിയമം കയ്യിലെടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്താണ് അധികാരം? നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പലിന്റെ മുഖത്തടിക്കുക? അത് ന്യായീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ പ്രിൻസിപ്പൽ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിച്ചതിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ? ന്യായീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചത് ശരിയോ തെറ്റോ? വളരെ വളരെ സ്ട്രെയിറ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് മുഹമ്മദ് സാദിഖ്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇദ്ദേഹം ചെയ്തത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരേണ്ടത്. ഇദ്ദേഹം ഇത് മാത്രമല്ല ചെയ്തത്. ഞാൻ ചെയ്തത് ശരിയാണോ? പൂർത്തീകരിക്കാൻ ചെയ്തത് ശരിയാണോ? ഈ പ്രിൻസിപ്പൽ 2 കാലിൽ നടന്നു പോകില്ല എന്ന് ഭീഷണി മുഴക്കിയത് ശരിയാണോ? പ്രിൻസിപ്പലിന്റെ നെഞ്ചത്ത് തീ കൂട്ടി കത്തിക്കാനും മടിക്കില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? മടിക്കില്ല എന്നല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചാൽ അത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് SFIയുടെ നിലപാട്. ഒരു സഹപ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവത്തിലുണ്ടായ അതിവൈകാരികമായ ഒരു പ്രസംഗത്തിലുണ്ടായ പ്രയോഗമാണ്. ആ പ്രയോഗം ശരിയല്ല, അത് തിരുത്തണം എന്നുള്ളതാണ് SFIയുടെ നിലപാട്. ശരി, പ്രയോഗം തെറ്റാണ്. അപ്പോൾ മർദ്ദനം ശരിയാണോ? ഒരു വിദ്യാർത്ഥിയുടെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കുന്ന തരത്തിൽ അത് ഞാൻ പ്രിൻസിപ്പലിനോട് ചോദിക്കാമെന്നേ. ഇവിടെ SFI പ്രവർത്തകർ ചെയ്ത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അടിക്കടിയല്ലോ മരുന്ന്. സ്വാഭാവികമായും അത്തരത്തിൽ ആക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾ തിരിച്ചടിക്കുന്ന സ്വാഭാവികതകൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഡോക്ടർ സുനിൽ ഭാസ്കരൻ, താങ്കൾക്കെതിരെയുള്ള ആരോപണം എന്നുള്ളത് എഡിറ്റ് ചെയ്ത വേഷൻ, താങ്കൾക്ക് അനുകൂലമായ ദൃശ്യങ്ങൾ മാത്രം ഇപ്പോൾ കോളേജിൽ നിന്ന് പുറത്തുവിടുന്നു. അപ്പോൾ താങ്കളുടെ മുറിയിലുള്ള ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അതിനു മുമ്പ് ഒരു ദൃശ്യമുണ്ട്. അതാണ് ഒരു വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു തകർത്ത ദൃശ്യം. അങ്ങനെ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുമ്പോഴേക്കും കർണപുടം അടിച്ചു തകർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് താങ്കൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി, എന്തുകൊണ്ട് താങ്കൾ ഹെൽപ്പ് ഡെസ്കിനെ എതിർക്കുന്നു എന്നതിന് മറുപടി. ശ്രുതി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോളേജുകളിൽ ഇന്ന് നമ്മളുടെ എല്ലാ പ്രിൻസിപ്പൽമാർക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങളുള്ളൊരു ആളാണ്. അയാൾക്ക് ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ കോളേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം അയാൾക്കാണ്. അവിടെ കുട്ടികളുടെ സുരക്ഷിതത്വം, ജീവനക്കാരുടേതായ പ്രശ്നങ്ങൾ, അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പൽ ഉത്തരവാദിയാണ്. 98% റിസൾട്ടോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജ്. ഈ കോളേജിൽ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്ത വളരെ മാർക്ക് കുറവുള്ള കുട്ടികളെയാണ് ഞങ്ങൾ ഇത്രയും ഉയർന്ന നിലയിലേക്ക് പഠിപ്പിച്ച് ഉന്നതിയിലെത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ അധ്യാപകരും ഞാനും അഹോരാത്രം വർക്ക് ചെയ്യുകയാണ്. ഈ പ്രവർത്തനത്തിൽ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പിന്തുണയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് പ്രിൻസിപ്പലിൻ്റേതായ ഒരു മാഹാത്മ്യം കൊണ്ടല്ല ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നടക്കുന്ന ഒരു സ്ഥാപനത്തെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, ചില അജണ്ടയുടെ ഭാഗമായിട്ട് എന്ന് തന്നെ ഞാൻ പറയും. അജണ്ടയുടെ ഭാഗമായിട്ട് കോളേജിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് സൈലന്റ് ആയിട്ട് നോക്കിയിരിക്കാനുള്ള ഉത്തരവാദിത്തം കോളേജിനോ പ്രിൻസിപ്പലിനോ മാനേജ്മെന്റിനോ ഇല്ല. ഹെൽപ്പ് ഡെസ്ക് എങ്ങനെയാണ് കോളേജിനെ തകർക്കാനുള്ള സംവിധാനമാകുന്നത്? ഡോക്ടർ സുനിൽ ഭാസ്കരൻ, ആ ഹെൽപ്പ് ഡെസ്കിനെ എന്തുകൊണ്ട് എതിർത്തു എന്നുള്ളതാണ് അറിയേണ്ടത്. പറയാം. ഞാൻ അടിയുടെ കാര്യം ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് ഒരു 4 ദിവസമായി ഒരു ഹിമാലയൻ നുണയായിട്ട് കേരള സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ കർണപടം അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്നത്. സ്മൃതി, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. എന്നെ അടിക്കുന്നത്, ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഫ്ലാഷ് ചെയ്യൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നെ അടിക്കുമ്പോൾ ഏതാനും കുട്ടികൾ വന്ന് തടയുന്നുണ്ട്. ആ കുട്ടികളിൽ ഓറഞ്ച് കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന കുട്ടികളെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം. അവരെല്ലാവരും എൻ്റെ കുട്ടികളാണ്. ഏതാവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും എൻ്റെ കൂടെ വരുന്ന കുട്ടികളാണ്. അവരെല്ലാവരും SFIക്കാരുമാണ്. അതിലൊരാൾ പോലും മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ഇല്ല. അവരെന്താണ് അവിടെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അവർ പ്രിൻസിപ്പളിനെ തല്ലുവാണോ അതോ പ്രിൻസിപ്പളിനെ തല്ലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയൂ. അപ്പോൾ SFIയും പ്രിൻസിപ്പളും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല ഇത്. SFIയും പ്രിൻസിപ്പളും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല ഇത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാൽ,
ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടെ വെള്ള ഷർട്ടും കറുത്ത പുള്ളിയുമുള്ള ഒരാൾ അവിടെ വന്ന് എന്നെ അടിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരും കണ്ടു കഴിഞ്ഞാണ്, മലയാളികളെല്ലാവരും കണ്ടു കഴിഞ്ഞാണ്. അവിടെ ഉണ്ടാകുന്ന ഈ ആൾ തല്ലുമ്പോൾ എന്തുകൊണ്ടായിരിക്കും കോളേജിലെ SFIക്കാരായിട്ടുള്ള കുട്ടികൾ, യൂണിയൻ പ്രവർത്തകരായിട്ടുള്ള കുട്ടികൾ, ഈ കുട്ടികളിൽ അവിടെ നിൽക്കുന്ന എന്നെ രക്ഷിക്കാനായിട്ട് വരുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഞാൻ സസ്പെൻഷൻ ഓർഡർ അടിച്ചിട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളുണ്ട്. SFIയിലെ തന്നെ കുട്ടികളുണ്ട്, മറ്റു കുട്ടികളുമുണ്ട്. അവരൊന്നും പേരിവിടെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നിട്ടും ആ കുട്ടികൾ എന്തുകൊണ്ട് എന്നെ രക്ഷിക്കാനായിട്ട് വരുന്നു? ആ കുട്ടികൾ അവിടുന്ന് അവരെ പിടിച്ചറിയിട്ട് ഈ അക്രമി സംഘത്തെ അവിടുന്ന് പിടിച്ചിറക്കി കോളേജിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി, മുറ്റത്തുനിന്നും വഴിയിലേക്ക് വലിച്ചഴിച്ച് ഗേറ്റിന് പുറത്ത് കൊണ്ടുപോയി വിട്ടിട്ടാണ് അവരെൻ്റെ അടുത്തേക്ക് പിന്നെ വന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ എന്നെ രക്ഷിക്കാൻ വന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനു മുൻപ് നടന്ന ആ പ്രിൻസിപ്പൾ അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്, ഇവരാരോപിക്കുന്ന ഈ സംഭവം, ആ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പായിരിക്കുമല്ലോ. അതിന് പ്രകോപനമായിട്ടായിരിക്കുമല്ലോ ഇവരെന്നെ അടിച്ചത്. ഇതാണല്ലോ സങ്കല്പം. അത് തന്നെയാണ് അവർ പറയുന്നത്. ഈ സങ്കല്പത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, സ്മൃതി, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടെങ്കിൽ 19 SFIക്കാർ വിദ്യാർത്ഥികളെ 50ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അവരുടെ SFIയുടെ ഏരിയ സെക്രട്ടറിയെ ഈ 50 വയസ്സിന് മുകളിലുള്ള ഞാൻ അടിച്ച് നിരത്തി അവരുടെ കർണപടം പൊട്ടിച്ചു എന്ന് വിചാരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ ആരായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വിദ്യാർത്ഥിയുടെ ഇതുപോലെ താങ്കൾക്ക് നേരെ വിരൽ ചൂണ്ടി മോശമായി സംസാരിച്ച വിദ്യാർത്ഥിയാകാം. ആ വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നു എന്ന് പറയുന്നു. കർണപുടം തകർന്നാലും ഇല്ലെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ മുഖത്തടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആ ദൃശ്യങ്ങൾ പുറത്തു വരാത്തതാണോ? അതാണ് ഇപ്പോൾ SFIക്കാർ പറയുന്നത്. ആ ദൃശ്യം അവിടെ ഉണ്ട് എന്ന് പറയുന്നു. പറയാം. ആ വിദ്യാർത്ഥി എന്ന് ക്ലെയിം ചെയ്യുന്ന ആൾ ആ കോളേജിലെ ആരുമല്ല. ആ കോളേജിലെ കുട്ടികളാണ്. നിങ്ങൾ വീഡിയോയിൽ കാണും, ഒന്നുകൂടെ അത് പ്ലേ ചെയ്യുമോ നോക്കൂ. അവിടുത്തെ കുട്ടികൾ ഓറഞ്ച് കളറിലുള്ള ഷർട്ടിട്ടിരിക്കുന്നവരല്ലാത്തവരെല്ലാം പുറത്തുനിന്ന് വന്ന എസ്റ്റാബ്ലിഷ്ഡ് ക്രിമിനൽസാണ്. നിങ്ങൾ നോക്കൂ, അവർ ക്രിമിനൽ പ്രവർത്തനം. ഞാൻ അതാണ് പറഞ്ഞത്, കോളേജിനെ തകർക്കുക എന്നുള്ള അജണ്ടയോടുകൂടി പുറത്തുനിന്ന് ആളുകൾ വന്ന് അവിടെ ഇത് ഒരു ചില പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അവർ ചെയ്തത്, എന്താണ് അവിടെ ഉണ്ടായത്? ഇനി ഞാൻ അതിലേക്ക് വരാം. കോളേജ് തുറന്ന അന്ന് ഈ പറയുന്ന കോളേജിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന 4 വിദ്യാർത്ഥികൾ കൂടി ഒരു ഹെൽപ്പ് ഡെസ്ക് അവിടെ ഇട്ടു, പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് നേരെ മുന്നിലായിട്ട്. അവരോട് ഞാൻ പറഞ്ഞു, ഇത് പറ്റില്ല, കാരണം അഡ്മിഷൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പ്രിൻസിപ്പലിനാണ്. അതിൽ ഒരു കാരണവശാലും ഔട്ട്സോഴ്സിങ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറയണം, ചില ദിവസങ്ങളിൽ SFI അഡ്മിഷൻ നടത്തട്ടെ, ചില ദിവസങ്ങളിൽ KSU അഡ്മിഷൻ നടത്തട്ടെ, ചില ദിവസങ്ങളിൽ ABVP അഡ്മിഷൻ നടത്തട്ടെ. അങ്ങനെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഹാൻഡ് ബുക്കിൽ പ്രതിപാദിക്കുകയാണെങ്കിൽ ഞങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്കിതൊന്നും ചെയ്യാനായിട്ട് നിർബന്ധ ബുദ്ധിയോടുകൂടിയല്ല, പക്ഷേ ഞങ്ങൾ ചെയ്യണമെന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ നിർബന്ധമാണ്. അപ്പോൾ ഇത് നടക്കുന്നത് 11:15 ജൂലൈ മാസം 1-ാം തീയതി 11:15. ആ 11:15 ഞാൻ ആ കുട്ടികളോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഇട്ടത് ശരിയായില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല, പറയാതിട്ടാവും. അപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് സമയം തരണം, ഇവിടെ ഇരിക്കാനാണ്, ഫോട്ടോ എടുക്കാനാണ്, വീഡിയോ എടുക്കാനാണ്. ഞാൻ പറഞ്ഞു, ആയിക്കോ, കുട്ടികളല്ലേ. അത്രയും ഒരു വിട്ടുവീഴ്ച ഞാൻ അവരോട് ചെയ്തിട്ടുണ്ട്. വളരെ സോഫ്റ്റും സൗമ്യവുമായിട്ടാണ് കുട്ടികൾ എന്നോട് പെരുമാറിയത്, ഞാൻ അവരോടും പെരുമാറിയത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ 11:30 ആയപ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പം അവിടെ ഇരിക്കുന്നത് പുറത്തുനിന്ന് വന്ന ഒരു സംഘം ആളുകളാണ്. ഇവരാരാണെന്ന് എനിക്കറിയില്ല. ഈ ആളുകൾ ആരാണെന്ന് എനിക്കറിയില്ല. ഈ കോളേജിലെ യൂണിഫോം ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ ഞാനും കോളേജിലെ സ്റ്റാഫ് സെക്രട്ടറിയും മറ്റൊരു അധ്യാപകനായ അരവിന്ദനും കൂടി ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ SFIയുടെ ഏരിയ സെക്രട്ടറിമാരാണ്, ഏരിയ കമ്മിറ്റിക്കാരാണ്. SFIയുടെ ഏരിയ കമ്മിറ്റി ഇവിടെ ഒരു കൗണ്ടർ ഇട്ടാൽ, ഹെൽപ്പ് ഡെസ്ക് ഇട്ടാൽ, ആ കൗണ്ടർ ആർക്കും ഒരു പ്രിൻസിപ്പളിനും അടിച്ചു മാറ്റാൻ പറ്റില്ല, ഞങ്ങളിത് മാറ്റുകയില്ല, എന്താണെന്ന് ചെയ്തോളാം പറഞ്ഞു. എങ്ങനെയാണ് സ്മൃതി, ഞാനെങ്ങനെ അറിയുന്നത് SFIക്കാരാണെന്ന്? എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പുറത്തുനിന്ന് വരുന്ന ഒരു സംഘം ആളുകൾ SFIക്കാരാണെന്ന്? അവർ മറ്റാരെങ്കിലും ആയിക്കൂടെ? ഞാനതുകൊണ്ട് പറഞ്ഞു, ഇത് പറ്റില്ല എന്നിങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു. എൻ്റെ കൈക്ക് ഇപ്പോഴും വേദനയുണ്ട്. ഞാനിങ്ങനെ കൈ ഉയർത്തി കാണിച്ച ഉടനെ പറഞ്ഞു, ഇത് പറ്റില്ല, തെറ്റാണ് മക്കളെ. സാധാരണഗതിയിലുള്ള ബോഡി ലാംഗ്വേജ്. ആ ബോഡി ലാംഗ്വേജിൽ അവർ ഉടനെ എൻ്റെ കൈക്ക് പിടിച്ച് തിരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് എനിക്ക് മസിൽ ഫ്രാക്ചർ ഉണ്ടാകുകയും തുടർന്ന് ആശുപത്രി പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ കുട്ടികൾ മാറില്ല എന്ന് ഉറപ്പായി. എനിക്ക് മനസ്സിലായത് മറ്റേതോ കോളേജിലെ കുട്ടികളാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഈ സംഭവം നടക്കുന്നത് ഞാൻ പറയാം ഈ സംഭവം നടക്കുന്ന ഒരു CCTV ക്യാമറയുടെ തൊട്ട് ചുവട്ടിലായിട്ടാണ്. വളരെ വ്യക്തമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50ഓ അതിലധികമോ കുട്ടികൾ അതിന് ചുറ്റുകൂടി നിൽക്കുന്നതുകൊണ്ട് ഇത് ആര് എന്ത് എങ്ങനെ എന്നത് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അതിലൊരു ഞാനൊരു മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്.
കൊയിലാണ്ടി പോലീസിന് 4 പോലീസുകാർ വന്ന് കോളേജിൽ നിന്നും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള CCTV എല്ലാ ക്യാമറകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ ബാക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ആ സംഭവം നടക്കുന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തുന്നത് ഉച്ച കഴിഞ്ഞ് 3:30-ക്കാണ്. ആ 3:30-ക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് വന്ന CCTV ദൃശ്യങ്ങൾ എല്ലാ ക്യാമറകളിൽ നിന്നുള്ള വരാന്തയിൽ ഈ സംഭവം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന സംഭവത്തിൻ്റെ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഈ ദൃശ്യങ്ങളെല്ലാം ഞാൻ ലാപ്ടോപ്പിലും കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണിത്. ഗവൺമെൻറ് അതോറിറ്റിയുടെ കയ്യിലാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ഡിജിറ്റൽ എവിഡൻസ് ആണ്. ഈ എവിഡൻസിൽ എവിടെയാണ് പ്രിൻസിപ്പൾ അടിക്കുന്നത് കാണട്ടെ. അവർ പുറത്തു വിടട്ടെ. ഞാൻ എൻ്റെ CCTVയുടെ പാസ്വേഡ് ഉൾപ്പെടെ കൊയിലാണ്ടി പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവർ ആക്സസ് ചെയ്തിട്ടുണ്ട്. അവർ ഡിവൈസ് കാണുന്നുണ്ട്. അവിടെ എവിടെയാണ് അടി നടന്നിരിക്കുന്നത് പറയട്ടെ. ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ പുറത്ത് വന്ന ദൃശ്യങ്ങൾ ക്യാമറ നമ്പർ 2-ലെയാണ്. ക്യാമറ നമ്പർ 3 ആണ് വരാന്തയിലുള്ള ക്യാമറ. ആ നമ്പർ 3-ലെ ദൃശ്യങ്ങളും കൊയിലാണ്ടി പോലീസിൻ്റെ പക്ഷം ഇപ്പോഴുണ്ട്. അത് 1-ാം തീയതി 3 മണിക്ക് മുൻപ് തന്നെ ഈ ദൃശ്യങ്ങൾ പോലീസിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എനിക്കെന്ത് ഒളിച്ചു വെക്കാനാണ്? സ്മൃതി ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇന്നലത്തെ കൊലവിളി പ്രസംഗം കണ്ടതല്ലേ? നിങ്ങൾ ഇന്നലെ ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ? ഈ കൊലവിളി നടത്തുന്ന ഈ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇന്നും കോളേജിൽ പോയിരുന്നു. ഇപ്പോൾ ഞാൻ കോളേജിലല്ല, ഞാൻ ഇന്നും കോളേജിൽ പോയിരുന്നു. ഞാൻ ഇനിയും അതിലെ കൂടി നടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഒരു ഒരു ധാർമ്മികതയുണ്ട്. ഞാൻ എൻ്റെ കോളേജിനോട് എൻ്റെ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഇത്. CCTV ദൃശ്യങ്ങൾ സെൽഫ് സ്പീക്കിംഗ് എവിഡൻസ്. ശരി, താങ്കളിലേക്ക് വരാം. ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുധർമ്മൻ കൂടിയുണ്ട്. ആദേശ്, ഇപ്പോൾ കൊയിലാണ്ടിയിലെ ദൃശ്യങ്ങൾ, കൊയിലാണ്ടിയിൽ നിന്ന് പുറത്തു വന്ന പ്രതികരണങ്ങൾ, ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ പ്രതികരണം, KSUവിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ കൊയിലാണ്ടിയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ഗുരുദേവ കോളേജിലുണ്ടായിട്ടുള്ള ഈ ദൃശ്യങ്ങൾ അത് കേരളത്തിലെ പൊതു മണ്ഡലത്തിലുള്ള വിദ്യാർത്ഥികളുടെ മനസ്സിനെ ആകെ പിടിച്ചുലക്കുന്നതാണ്. അധ്യാപകരെ, ഗുരുതുല്യരെ ദൈവത്തെ പോലെ കാണുന്നൊരു സംസ്കാരമുള്ള നാടാണ് നമ്മുടെ. അങ്ങനെയുള്ള സംസ്കാരമുള്ളൊരു നാട്ടിൽ അധ്യാപകരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരെ അത്തരത്തിൽ മോശമായി നോക്കിക്കാണുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി സംഘടന നേതാവ് മാർച്ച് നയിച്ചുകൊണ്ട് കൊയിലാണ്ടിയിൽ ഈ കോളേജിൽ, ഗുരുദേവ കോളേജിലേക്ക് മാർച്ച് നയിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു അധ്യാപകനെ, അവരുടെ സംസ്കാരം, അവരുടെ പൈതൃകമെല്ലാം നമുക്കറിയാം. നേരത്തെ പ്രിൻസിപ്പാളിന് കുഴിമാണം ഒരുക്കുന്നതിനും റീത്ത് വെക്കുന്നതിനുമൊക്കെ തയ്യാറായ ഒരു സംഘടനയാണ്. ആ സംഘടന ഇന്ന് ഒരു അധ്യാപകനെ, പ്രിൻസിപ്പാളിനെ, അദ്ദേഹം പ്രിൻസിപ്പാളായിട്ടുള്ള കോളേജുകളിൽ കയറണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കുമെന്ന് പറയുകയാണ്. ആ പ്രിൻസിപ്പാളിൻ്റെ കാല് വെട്ടും എന്നുള്ള തരത്തിൽ പോലും ഒരു വിദ്യാർത്ഥി സംഘടന നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന നേതാവ് പൊതുമധ്യത്തിൽ വന്ന് പറയുകയാണ്. ഇത്തരത്തിൽ കൊലവിളി നടത്തിയിട്ടും ഇത്തരത്തിൽ മുന്നോട്ട് പോയിട്ടും ഈ സംഘടനാ നേതാക്കന്മാർക്കെതിരെ ഒന്നും ഒരു തരത്തിലും പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ നിയമപരമായോ നടപടിയെടുക്കാനൊന്നും ഇവിടുത്തെ ഒരു സംവിധാനം തയ്യാറാവുന്നില്ല. ഈ കൊയിലാണ്ടി കോളേജിലെ വിഷയം പോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് 9:30 മണിക്ക്, കഴിഞ്ഞ ദിവസം രാത്രി 9:30 മണിക്ക് ആ കാര്യവട്ടം ക്യാമ്പസിലെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുള്ള റിനി എന്ന് പറയുന്ന പെൺകുട്ടി ഞങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞതാണ്. നമ്മുടെ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാൻജോസ് എന്ന് പറയുന്ന KSU ജില്ലാ ജനറൽ സെക്രട്ടറി, രണ്ടാമതും PGക്ക് വേണ്ടി അതേ ക്യാമ്പസിൽ പഠിക്കുന്ന എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് സാൻജോസ്. ആ ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി, പിടിച്ച് വലിച്ചഴച്ചു കൊണ്ടുപോയി ഹോസ്റ്റൽ റൂമിലേക്ക്, 121 നമ്പർ റൂമിലേക്ക് അജന്തൻ അജയ് എന്ന് പറയുന്ന മുൻ ഒറ്റപ്പാലം MP ആയിരുന്ന അജയ്കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം, SFIയുടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘം ഈ 121 നമ്പർ റൂമിൽ കൊണ്ടുപോയി കഴുത്ത് ഞെരിച്ച് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് അതേ വ്യക്തിയുടെ കയ്യിൽ നിന്നും വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുകയാണ്. നിന്നെ ഞങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്ന് ഒപ്പിട്ടിട്ട് വാങ്ങിക്കുന്ന ഒരു വിചിത്രമായ രീതി കൂടി SFI, അൽഖ്വയ്ദക്കാരൊക്കെ നടത്തി വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ SFIക്കാർ തുടർന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ SFI മുന്നോട്ട് പോകുകയാണ്. ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെല്ലാം തല്ലുന്നതിനും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഏകസംഘടനാവാദവും SFI വീണ്ടും മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ SFI ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ സർക്കാർ സംവിധാനവും ഇവിടുത്തെ പോലീസ് സംവിധാനവും എന്താ ചെയ്യുന്നത്? ഇന്നലെ
ഇന്നലെ തന്നെ 9:30 മണിക്ക് 10 മണിയോടുകൂടി ഞങ്ങളെ പ്രതിനിധികൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ, KSUവിൻ്റെ മറ്റ് ഭാരവാഹികൾ അടക്കമുള്ള ആൾക്കാർ അവിടെ എത്തി ഈ ചെറുപ്പക്കാരൻ ഈ ഹോസ്റ്റൽ റൂമിൽ മർദ്ദിക്കപ്പെടുകയാണ് എന്നുള്ളത് പോലീസിനെ വിളിച്ചറിയിച്ച് പോലീസ് എത്തി. പോലീസ് ആ ചെറുപ്പക്കാരനെ ആ ഹോസ്റ്റലിൻ്റെ അകത്ത് നിന്ന് പുറത്തെത്തിച്ചിട്ട് ആ പോലീസ് ചെയ്തതെന്നാണ്, പോലീസ് അവനെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലോ ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. KSUവിൻ്റെ നേതാക്കന്മാർ ഇടപെട്ടാണ് ആ ചെറുപ്പക്കാരനെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ പോലീസ് നിസ്സംഗത പാലിച്ചുകൊണ്ട് പോലീസ് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ പോലീസ് പെരുമാറുകയാണ്. ആ തരത്തിൽ പോലീസ് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്നലെ രാത്രി 12:30 മണിയോടുകൂടി KSU സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞങ്ങൾക്കൊക്കെ ആ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോയിരിക്കേണ്ട സാഹചര്യമുണ്ടായത്. കേരളത്തിലെ 2 MLA-മാർക്ക് 1 മണിയോടുകൂടി ആ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തേണ്ടി വന്നത് ഒരു ചെറുപ്പക്കാരനെ, സിദ്ധാർത്ഥനെ കെട്ടിത്തൂക്കി കൊന്ന, പട്ടിണിക്കിട്ട് കൊന്ന ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനെ അതേ മാതൃകയിൽ ഒരു ഹോസ്റ്റലിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച് കസേരകൾക്കിടയിൽ കഴുത്ത് ഞെരിച്ച് ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ഒരു കാലത്ത് ഈ രീതിയിൽ പോകുമ്പോൾ അതിനെതിരെ കേസെടുക്കാനോ നടപടിയെടുക്കാനോ പോലീസ് ഹോസ്റ്റൽ റൂമിൽ കയറിയാണ് ഈ ചെറുപ്പക്കാരനെ പുറത്തിറക്കുന്നത്, ഈ സാൻജോസിനെ പുറത്തിറക്കുന്നത്. ആരൊക്കെയാണ് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലീസിന് കൃത്യമായി അറിയാം. പോലീസ് ആ നേരം പോലും ഈ വിദ്യാർത്ഥിയിൽ നിന്ന്, ഈ വിദ്യാർത്ഥി നേതാവിൽ നിന്ന് ഒരു മൊഴിയെടുക്കുന്നതിനോ നടപടി സ്വീകരിക്കുന്നതിനോ ഇവിടുത്തെ പോലീസ് സംവിധാനം തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പോലീസ് സേനയുമാണ് SFIക്ക് ഇത്തരത്തിലുള്ള ഏത് തോന്നിവാസം കാണിക്കുന്നതിന് വേണ്ടി കുട പിടിച്ചു കൊടുക്കുന്നത്. ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ളതാണ്. ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ CPMൻ്റെ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരുടെ ചൊപ്പടികൾക്ക് നിന്നു കൊടുക്കുകയാണ് SFIക്കാർക്ക് വേണ്ടി ഇവിടുത്തെ പോലീസ് സംവിധാനം. മുഹമ്മദ് സാദിഖ്, താങ്കൾ മറുപടി നൽകണം. രണ്ടിടത്തും ഇപ്പോൾ 2 കേസിലും പോലീസ് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ കൊലവിളി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊയിലാണ്ടിയിലെ കാര്യമാണ്, അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്, പോലീസ് കാണുന്നുമുണ്ട്. അപ്പോൾ കാര്യവട്ടത്തെ കാര്യം കൂടി ഇപ്പോൾ KSU നേതാവ് പറഞ്ഞല്ലോ, രണ്ടിടത്തും പോലീസ് നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ പറയുന്ന കർണപുടം അടിച്ചു തകർത്ത ദൃശ്യം പോലീസിന്റെ പക്കലുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ആവശ്യപ്പെടണം. അല്ല, പോലീസ് ഞങ്ങളുടെ പക്ഷത്താണെന്നോ മറ്റാരുടെയും പക്ഷത്താണെന്നോ എന്നുള്ള നിലക്കുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ടതില്ല. നമ്മൾ ഈ നടക്കുന്ന വിഷയത്തെ ഇവിടെ രണ്ടുപേരും പരാമർശിച്ചല്ലോ, അതിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള വാദങ്ങൾ കൂടെ കേൾക്കാൻ തയ്യാറാണ്. വളരെ സൗമ്യവും ശാന്തവുമായി ഈ ഗുരുദേവ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഒരുപാട് കാര്യം പറഞ്ഞു. സ്മൃതി അതിലൊന്നും ഇടപെടാതെ വളരെയധികം സമയം കൊടുത്ത് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം കേട്ടു. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെല്ലാം എല്ലാ വിദ്യാർത്ഥികളും അദ്ദേഹത്തിന് അനുകൂലമാണ്. ആ ക്യാമ്പസിലെ അധ്യാപകരെല്ലാം അദ്ദേഹത്തിന് അനുകൂലമാണ്. അദ്ദേഹം തങ്കപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം ക്യാമ്പസിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പുറമേ നിന്നൊരു ഗൂഢാലോചനാ സംഘം ആ ക്യാമ്പസിനെ തകർക്കാനുള്ള അജണ്ടയുമായി കടന്നു വരികയാണ് എന്നൊക്കെ. എന്നാൽ ഈ പ്രിൻസിപ്പാൾ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആ ക്യാമ്പസിലെ ഒരു അധ്യാപികയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയെ പുറത്താക്കിയിട്ട് ആ അധ്യാപിക നൽകിയ ഒരു പരാതിയുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എല്ലാ അധ്യാപകരും അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ആ പരാതി ഇരിക്കുകയാണ്. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഷീബ എന്ന് പറയുന്ന ആ ക്യാമ്പസിലെ ജേർണലിസം അധ്യാപികയായ ഒരു അധ്യാപിക, ഈ സുനിൽ ഭാസ്കർ എന്ന് പറയുന്ന കൊല്ലം പ്രദേശത്തുള്ള ഗുരുദേവ കോളേജിലെ ജേർണലിസം അധ്യാപികയായി 7 വർഷമായി ജോലി ചെയ്തു വരുന്ന ആളെ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിൻ്റെ കൊടിയ പീഡനം കൊണ്ട് എനിക്ക് വളരെ മാനസികമായി ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരാഴ്ചക്ക് മുമ്പാണ്, ജൂൺ മാസം അവസാനമാണ്. ഇതേ സുനിൽ ഭാസ്കറിനെതിരെയാണ് അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു അധ്യാപികയെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പോലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ പോലും നൽകാതെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ വർഷമാണ് ആ ക്യാമ്പസിലെ യൂണിയൻ പരിപാടി ഈ പ്രിൻസിപ്പൽ തടസ്സപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത യൂണിയനെ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങളുണ്ടായത്. ഇക്കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ നേരത്തെ ചോദിച്ചതുപോലെ ആ ക്യാമ്പസിലെ ഏതാനും വിദ്യാർത്ഥി ഇദ്ദേഹം പറഞ്ഞു ആ ക്യാമ്പസിലെ SFIക്കാരെല്ലാം
അദ്ദേഹത്തിന് അനുകൂലമാണ്. പുറമേ നിന്നെത്തിയ ഗൂഢാലോചനാ സംഘമാണ് അദ്ദേഹത്തെ എതിർക്കുന്നത്. എങ്കിൽ എന്തിനാണ് അദ്ദേഹം ആ ക്യാമ്പസിലെ 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്? ഇങ്ങനെ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുകയാണ്. ആ ക്യാമ്പസിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളെ ചെറുക്കാനും യൂണിയനെ എല്ലാം അട്ടിമറിക്കാനും അധ്യാപകരെ, അദ്ദേഹത്തിനെതിരായി നിലകൊള്ളുന്ന അധ്യാപകരെ എല്ലാം വിരട്ടി പുറത്തു ചാടിക്കാനും തൻ്റെ ഒരു ഏകാധിപത്യ സംവിധാനമായി ആ ക്യാമ്പസിനെ കൊണ്ടു നടക്കാനുമുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഈ ശ്രമത്തിന് അവിടെ SFI എന്ന വിദ്യാർത്ഥി സംഘടന വിഘാതമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് SFIയുടെ ഹെൽപ്പ് ഡെസ്ക് പോലും അദ്ദേഹം തടസ്സപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യൂണിവേഴ്സിറ്റി പറഞ്ഞില്ല SFIയെ ഹെൽപ്പ് ഏൽപ്പിക്കാൻ, SFI അഡ്മിഷൻ ഏൽപ്പിക്കാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞില്ല. അദ്ദേഹം എന്ത് തരത്തിലുള്ള വാദമാണ് ഉന്നയിക്കുന്നത്? ഒരു കോളേജിൽ അഡ്മിഷൻ നടക്കുമ്പോൾ ആ അഡ്മിഷൻ പ്രോസസ്സ് ഒഫീഷ്യലായി നടക്കുമ്പോൾ തന്നെ അഡ്മിഷൻ അസിസ്റ്റൻസ് നടത്താൻ വിദ്യാർത്ഥി സംഘടനകളും മറ്റുമെല്ലാം എല്ലാ കാലത്തും എല്ലാ ക്യാമ്പസിലും ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം കോളേജ് പഠിച്ചിട്ട് തന്നെയാണല്ലോ അധ്യാപകനായി മാറിയത്. അദ്ദേഹം പഠിച്ച കോളേജിൽ അല്ലല്ലോ, ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണല്ലോ അത് ചെയ്തത്. ക്യാമ്പസിലെ വിദ്യാർത്ഥികളല്ല എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ക്യാമ്പസിന് പുറത്തുനിന്നുള്ളവർ അകത്ത് കയറി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അല്ല ശ്രീമതി സ്മൃതി, കേൾക്കൂ. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഈ ഹെൽപ്പ് ഡെസ്ക് നടത്തുന്നതിന് അദ്ദേഹം തടസ്സപ്പെടുത്തിയപ്പോൾ SFIയുടെ മേൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഈ വിവരം അന്വേഷിക്കാൻ ആ ക്യാമ്പസിലേക്ക് എത്തി. അത് സ്വാഭാവികമാണ്. വിവരം അന്വേഷിക്കുന്ന രീതിയാണല്ലോ കണ്ടത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, നിങ്ങൾ വിവരം അന്വേഷിക്കുന്ന രീതിയും നിങ്ങൾ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയുമാണല്ലോ. അതാണ് പ്രശ്നം. മുഹമ്മദ് സാദിഖ്, നിങ്ങൾക്ക് സംസാരമില്ല, നിങ്ങൾക്ക് ചർച്ചയില്ല, നിങ്ങൾക്ക് വെല്ലുവിളിയും ഭീഷണിയുമാണ് നിങ്ങളുടെ ഭാഷ. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അസഭ്യം പറഞ്ഞു എന്നൊക്കെ താങ്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാമല്ലോ. എത്രയോ ദൃശ്യങ്ങൾ നിങ്ങൾ അങ്ങനെ പുറത്തു വിട്ടിട്ടുണ്ട്. അസഭ്യം പറഞ്ഞതല്ലോ. നമ്മൾ ഈ വെല്ലുവിളി പ്രസംഗമല്ലേ പുറത്തേക്ക് കാണുന്നത്? കൊല്ലും എന്ന് തന്നെയാണല്ലോ ഭീഷണി, അല്ലേ? ആ ഭീഷണിയാണ് വരുന്നത്. അത് നിങ്ങൾ ഗൗരവത്തിലെടുക്കുന്നു. വൈകാരികമായി പ്രതികരിച്ചതാണ് എന്ന് പറഞ്ഞ് അതിനെ ചുരുക്കി കാണുകയാണ്. പോലീസിന് മുന്നിൽ വെച്ച് അങ്ങനെ ഭീഷണി മുഴക്കാമെങ്കിൽ പോലീസ് ഇല്ലാത്തപ്പോൾ അതിലും അപ്പുറം ചെയ്യാൻ സാധിക്കും എന്നൊരു സാധാരണക്കാരന് പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുക. ഇനി പ്രിൻസിപ്പളിൽ ഒരു ചോദ്യം ചോദിച്ച ശേഷം എനിക്ക് ഷിനാസിലേക്ക് പോകേണ്ടതുണ്ട്. പ്രിൻസിപ്പൾ ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മുഹമ്മദ് സാദിഖ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, അല്ല ഞാൻ പറയുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ട് അടുത്ത ആളിലേക്ക് പോലെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അടുത്ത ആളിലേക്ക് എങ്ങനെ പോകും? ഇത്രയും 2 ആളുകൾ KSU നേതാവ് പറഞ്ഞു, പ്രിൻസിപ്പൾ പറഞ്ഞു, അതിനൊക്കെ എനിക്ക് മറുപടി പറയണ്ടേ? അല്ലാതെ ഇവരെ ഏകപക്ഷീയമായി പറഞ്ഞു പോയിട്ട് ഈ പ്രേക്ഷകർ ഏകപക്ഷീയമായിട്ടൊന്നും നടന്നിട്ടില്ല. താങ്കൾക്ക് പറയാനുള്ളത് പറയണം. പറയുന്നത് ക്ഷമയോടെ കേൾക്കാനും തയ്യാറാണ്. ശ്രമിക്കുന്നത് ഇത്തരത്തിലെല്ലാം പ്രിൻസിപ്പൽ മോശമായി പെരുമാറി. ഈ കാര്യം അന്വേഷിക്കാൻ ചെന്ന വിദ്യാർത്ഥികൾ അസഭ്യം വിളിച്ചു, ചെവിക്കല്ലടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് താങ്കൾ പറയുന്നു ദൃശ്യം വേണം. ഈ KSU നേതാവ് കാര്യവട്ടത്തെ ഒരുപാട് സംഗതികൾ പറഞ്ഞല്ലോ. ഇതേ സംബന്ധിച്ച് അതിന്റെ ദൃശ്യം എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചോ? SFIക്കാർ മർദ്ദിച്ചതിന്റെ ദൃശ്യമുണ്ടോ എന്ന് പ്രതികരണം കണ്ടില്ലേ? തുടക്കത്തിൽ കാണിച്ചല്ലോ, കണ്ടില്ലേ? ഈ ചെവിക്കല്ല് അടിച്ചു പൊട്ടിച്ച ആളുടെ പ്രതികരണം കണ്ടില്ലേ നിങ്ങൾ? ഇല്ല, ചെവിക്കല്ല് അടിച്ചു പൊട്ടിച്ചു എന്നതിന്റെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണിക്കാമല്ലോ. ആശുപത്രിയിലാണല്ലോ, ചികിത്സയിലാണല്ലോ. ഡോക്ടർ റിപ്പോർട്ട് കാണിക്കാമല്ലോ. എന്താണ് ഇത്ര നേരത്തോട് നേരമായല്ലോ, എന്താണ് അത് പുറത്തുവിടാത്തത്? മെഡിക്കൽ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ടല്ലോ, മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടല്ലോ. കയ്യിലിരുന്നിട്ടാണ് എന്താണ് പുറത്തേക്ക് വരാഞ്ഞത്? നിങ്ങൾ ഇത് കേൾക്കാൻ നേരത്തോട് നേരമായിട്ട് എന്താണ് ആ വാർത്ത പുറത്തേക്ക് വിടാത്തത്? ഈ മാധ്യമങ്ങൾ ഇത് എടുക്കാൻ തയ്യാറാവണ്ടേ? ഈ വാർത്തയെല്ലാം ഉണ്ട് ശ്രീമതി സ്മൃതി. നിങ്ങൾക്ക് ഈ വാർത്ത വേണ്ട. നിങ്ങൾക്ക് SFI വിരുദ്ധമായ വാർത്തകൾ മാത്രം ഈ 24 മണിക്കൂർ മതി. മുഹമ്മദ് സാദിഖ് മെഡിക്കൽ റിപ്പോർട്ട് വായിക്കൂ. അങ്ങനെയൊന്നും ഒരു മാധ്യമവും ചെയ്യില്ല. ഞാൻ താങ്കൾക്ക് വാട്സപ്പ് ചെയ്യാം. മെഡിക്കൽ റിപ്പോർട്ട് കൃത്യമായി നിങ്ങൾക്ക് അയച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഇതാ ഈ ചിത്രം എന്റെ ഫോണിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞു. ഇതാണ് ചിത്രം. ചിത്രം അയച്ചിട്ട് കാണില്ല, അങ്ങനെ കാണില്ല. മുഹമ്മദ് സാദിഖ് അങ്ങനെ വ്യക്തമാവില്ല. താങ്കൾക്ക് പറയാം എന്താണ് മെഡിക്കൽ റിപ്പോർട്ട്. ചിത്രം നോക്കൂ. അങ്ങനെ കാണിച്ച വ്യക്തമാവില്ലേ? കുട്ടിയുടെ ഇടത്തെ ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞിരിക്കുകയാണ്. ഇടത്തെ ചെവിയുടെ കേൾവി ശക്തി വിദഗ്ധ ചികിത്സ വേണമെന്നാണ്. എന്താണ് മെഡിക്കൽ റിപ്പോർട്ട്? ഡോക്ടറുടെ റിപ്പോർട്ടാണല്ലോ. മെഡിക്കൽ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് 6 മാസത്തോളമുള്ള ചികിത്സയ്ക്ക് ശേഷമേ ഈ വിദ്യാർത്ഥിയുടെ കർണപുടം സാധാരണഗതിയിലേക്ക് പ്രാപിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാനൊരു
ഈ മെഡിക്കൽ കോഡുകൾ ഡീകോഡ് ചെയ്തെടുക്കാൻ മാത്രം വിദഗ്ധനല്ലാത്തത് കൊണ്ട് എനിക്കിത് വായിക്കാനോ നിങ്ങൾക്കത് മനസ്സിലാക്കാനോ സാധിക്കില്ല. ഇതിന്റെ ചിത്രമാണ് ഞാൻ കാണിക്കുന്നത്. അതായത് 6 മാസം വിടാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ മുഹമ്മദ് സാദിഖ് കാണിക്കുകയാണ്. അതിന്റെ ആധികാരികത വ്യക്തമാണെങ്കിൽ ഒന്നുകൂടി കാണേണ്ടി വരും. പക്ഷെ അപ്പോഴും താങ്കൾ ഈ പറഞ്ഞ കോളേജിലെ SFI പ്രവർത്തകർ എന്നെ സംരക്ഷിക്കാനായി സംരക്ഷണ കവചം തീർത്തു എന്ന് പറയുന്ന SFI പ്രവർത്തകരിൽ 4 പേരെ താങ്കൾ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? സ്മൃതി, അത് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുള്ള എല്ലാവരും റിപ്പോർട്ടേഴ്സാണ്, എല്ലാവരും മാധ്യമപ്രവർത്തകരാകാൻ കഴിയും. താങ്കൾ ഒന്നുകൂടെ ആ ദൃശ്യം പ്ലേ ചെയ്യൂ. ഞാൻ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന ആ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്യൂ. എന്നെ അടിച്ചതിന് ശേഷം ഞാൻ തിരിച്ചടിക്കാൻ പോകുമല്ലത്. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന അല്ല, ഒന്ന് കേൾക്കൂ. ഞാൻ ആ ദൃശ്യം, അതിനുശേഷം ഞാൻ ആ വീഡിയോ നിങ്ങൾ നോക്കൂ, ഒന്നുകൂടെ നോക്കൂ. ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. എന്നെ അടിക്കാൻ വന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കുക. ഇതല്ലാതെ ഞാൻ തിരിച്ചടിക്കാൻ പോകില്ലത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? ഈ 50ഓളം വരുന്ന SFI വിദ്യാർത്ഥികൾ വരാന്തയിൽ നിൽക്കുമ്പോൾ ഒരു പ്രിൻസിപ്പൽ ചെന്ന് ഏരിയ സെക്രട്ടറിനെ അടിക്കുമ്പോൾ ആ 50-ൽ ഒരാളെങ്കിലും അവരുടെ സ്വന്തം പ്രിൻസിപ്പലിൻ്റെ കോളേജിലിരിക്കുന്ന ആ ഒരു CCTV നമുക്ക് മറന്നു കളയാം. ഇപ്പോൾ അതിന് ഒരാളെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിയല്ലേ അടിക്കുന്നത്? ഇവർ ആ ദൃശ്യം പുറത്തുവിടട്ടെ. SFI അതല്ല എന്റെ പ്രശ്നം. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഡോക്ടർ സുനിൽ ഭാസ്കരൻ എന്തിനാണ് 4 SFI പ്രവർത്തകരെ, കോളേജിലെ SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തത്? അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയട്ടെ. ഞാൻ ആ ചോദ്യം എന്ത് മര്യാദകേടാ പറയണത്? ഒരു 50 പേര് വേറെ ഉണ്ടല്ലോ അവിടെ. ഒരു 50 പേര് വേറെ ഉണ്ടല്ലോ. മുഹമ്മദ് സാദിഖ് അദ്ദേഹം മറുപടി പറയട്ടെ. സ്മൃതി, മുഹമ്മദ് സാദിഖ് അദ്ദേഹം മറുപടി പറയട്ടെ. പറയൂ സ്മൃതി. ഇന്നലത്തെ അവിടുത്തെ കൊലവിളി പ്രസംഗം നിങ്ങൾ കണ്ടതല്ലേ? അങ്ങനെ പ്രസംഗം നടത്തിയതിന് ശേഷം ഒരു പ്രിൻസിപ്പള് ഒരു SFI ഏരിയ സെക്രട്ടറി അടിച്ചിട്ട് ഇന്ന് കൊയിലാണ്ടി ജംഗ്ഷനിലൂടെ ഇറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അപ്പോൾ സുമി, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് വരാം. ഈ 4 കുട്ടികളാണ് അവിടെ പ്രിൻസിപ്പളിനോട് ഒരു അനുവാദം പോയിട്ട് പ്രിൻസിപ്പളിനെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഇട്ടിരിക്കുന്നത്. ഈ ഹെൽപ്പ് ഡെസ്ക് ഇട്ടു എന്ന് മാത്രമല്ല അത് അതിനുശേഷം എന്നോട് 10 മിനിറ്റ് സമയം ചോദിച്ചു സാറേ ഫോട്ടോ എടുക്കാൻ. ഈ 10 മിനിറ്റ് സമയം കൊണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇന്നിതാ എനിക്ക് സ്മൃതി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. സ്മൃതി, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. അരമണിക്കൂർ മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാം രജിസ്ട്രാറിന്റെ ഫോൺ കോൾ എനിക്ക് വന്നിരുന്നു. സുഹൃത്തെ, അതോടെ നിൽക്കട്ടെ. സ്മൃതി എന്നെ ഒന്ന് അനുവദിക്കണം. മുഹമ്മദ് സാദിഖ് ക്ഷമയോടെ കേൾക്കൂ. താങ്കൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറയാൻ സമ്മതിക്കുന്നേ. താങ്കൾ എല്ലാ കേസും കൂടി എടുത്തുകൊണ്ട് വരരുത്. മുഹമ്മദ് സാദിഖ് ഇപ്പോൾ സംസാരിക്കുന്നത് മർദ്ദനത്തിന്റെ കേസാണ്. അത് മാത്രമേ ഇപ്പോൾ സംസാരിക്കാൻ പറ്റൂ. താങ്കൾ അവിടുത്തെ മുഴുവൻ കേസ് എടുത്തുകൊണ്ട് വരരുത്. മിണ്ടാതിരിക്കൂ. അതൊക്കെ ചർച്ച ചെയ്യണം. അല്ല, എന്ത് ചർച്ച ചെയ്യണം? താങ്കൾ ഡിക്റ്റേറ്റ് ചെയ്യണ്ട. മുഹമ്മദ് സാദിഖ് എന്ത് ചർച്ച ചെയ്യണം ഡിക്റ്റേറ്റ് ചെയ്യാതിരിക്കും. നിങ്ങളുടെ ഈ ഭാഷയാണ് നിങ്ങളുടെ പ്രശ്നം. അദ്ദേഹം മറുപടി പറയട്ടെ. മുഹമ്മദ് സാദിഖ്, നിങ്ങളുടെ ഈ ഭാഷയാണ് നിങ്ങളുടെ പ്രശ്നം. ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. ഇവിടെ ഒരിക്കൽ പോലും മിണ്ടാതിരിക്കുന്നവരും ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഷയെ ഒന്നും തിരുത്താൻ ഇല്ല, തിരുത്താൻ വിചാരിക്കാൻ നടക്കില്ലെന്ന് അറിയാം. എന്നാലും പറയുകയാണ്. ഡോക്ടർ സുനിൽ ഭാസ്കർ പറയൂ. വേഗം പൂർത്തിയാക്കും. അടുത്ത ആളുകളിലേക്ക് പോകണം. എന്തിനാണ് മാനസികമായി ഇദ്ദേഹം പീഡിപ്പിച്ചത്? സ്മൃതി, അപ്പോൾ ഇന്നുണ്ടായത് എന്താ? ഇന്ന് രജിസ്ട്രാറിന്റെ ഫോൺ എനിക്ക് വന്നിരിക്കുന്നു. ആ രജിസ്ട്രാറിന്റെ ഫോൺ എന്നോട് ചോദിക്കുന്ന ഇതാണ്. ഒരു മെയിൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. 7 മണിക്കാണ് ഫോൺ വരുന്നത്. 8 മണിക്കുള്ളിൽ അതിന്റെ മറുപടി വേണം. കോളേജിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭയിൽ സബ്മിഷൻ വന്നിരിക്കുന്നു. അതിന്റെ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറിന് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം, ഇത്രയും വ്യാപകമായിട്ടുള്ള പ്രശ്നമുണ്ടായതിനു ശേഷം ആ കുട്ടികൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നതാണോ? അന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ട്. നടപടി എടുത്തവരെ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. നാളെ ഈ പ്രശ്നം സഭയിലും വരും. പ്രതിപക്ഷം അത് സഭയിൽ കൊണ്ടുവരും തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാം. ഡോക്ടർ എം ഷിനാസ്, താങ്കൾ ഇപ്പോൾ ക്ഷമയോടെ ഇത്രയും നേരം കോളേജ് പ്രിൻസിപ്പളും വിദ്യാർത്ഥി
യൂണിയൻ നേതാക്കളും പറഞ്ഞത് കേട്ടല്ലോ. എന്താണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? പ്രിൻസിപ്പളിന് സംഘടനാ പ്രവർത്തനം, കോളേജിനകത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തോട് താല്പര്യമില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പുറത്ത് വിദ്യാർത്ഥികൾ കാണിച്ച കാര്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതേസമയം വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നൊരു വാദവും ഇപ്പുറത്ത് ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ നമുക്ക് തെളിവില്ല കയ്യിൽ. ഞാനിത് കൊയിലാണ്ടിക്കടുത്ത കൊല്ലത്തെ ഗുരുദേവ കോളേജിൻ്റെ പ്രശ്നം മാത്രമായി കാണുന്നില്ല. ഇതിനെ വിശാലാർത്ഥത്തിൽ ഈ കാണുന്നതൊന്നും വാസ്തവത്തിൽ രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയതയുടെ അങ്ങേയറ്റമാണ്. ഇനി വിദ്യാർത്ഥി അല്ലെങ്കിൽ SFI ഏരിയ കമ്മിറ്റി അംഗം പ്രിൻസിപ്പളിനെ മർദ്ദിച്ചെന്നോ, പ്രിൻസിപ്പൽ ഒരു വിദ്യാർത്ഥിയാണോ SFI ഏരിയ കമ്മിറ്റി അംഗമാണോ എന്നറിയില്ല, കർണപുടം അടിച്ചു പൊട്ടിച്ചെന്നോ ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിലുണ്ട് എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഇതല്ല ആദ്യം സംഭവിച്ചത്, അതിനു മുമ്പ് സംഭവിച്ചതാണ്, ഒന്നും വ്യക്തമല്ല. ഇത് കൃത്യമായി പറഞ്ഞാൽ ഇതൊന്നും ക്യാമ്പസ് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയതയുടെ ഉച്ചകൂടിയാണ് വാസ്തവത്തിൽ. ഇത് ഈ ക്യാമ്പസിൽ മാത്രം നടക്കുന്നതല്ല. കേരളത്തിലെ ഈ വിദ്യാർത്ഥി സംഘടനകൾ, ഈ പരാമർശിക്കപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളെല്ലാം മുൻകാലത്ത് ക്യാമ്പസുകളിൽ ജനാധിപത്യ സംസ്കാരത്തെ പരിചയപ്പെടുത്താനും പോഷിപ്പിക്കാനും ഒരു പരിധിവരെ പോഷിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട്, അതിന് നിമിത്തമായിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, പല വിദ്യാർത്ഥി വിരുദ്ധ നീക്കങ്ങളെയും ചെറുക്കുന്നതിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളൊക്കെ അവരവരുടേതായിട്ടുള്ള പങ്കും വഹിച്ചിട്ടുണ്ട്. അക്കാര്യം നിഷേധിക്കുന്നില്ല. ഏതാനും മാസം മുമ്പ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു ടീച്ചർ അവർ നൽകിയൊരു അഭിമുഖത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെ മൊത്തത്തിൽ വിലയിരുത്തി പറഞ്ഞത്, അവർ സ്വയം നവീകരിക്കേണ്ടതുണ്ട്, സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട് എന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാലം മാറിയിരിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകൾ പഠിപ്പ് മുടക്ക് സമരം എന്ന സമര രീതി തന്നെ വളരെ മുമ്പേ ഉപേക്ഷിക്കേണ്ട ഒരു കാലത്ത് ഇപ്പോഴെങ്കിലും ഈ പഠിപ്പ് മുടക്കും ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങളുമല്ല, കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വർഷം ജൂലൈ 1 മുതൽ ഞാനുമുണ്ടായിരുന്നു എൻ്റെ ക്യാമ്പസിൽ. ജൂലൈ 1 മുതൽ 4 വർഷ ബിരുദ പദ്ധതിയുടെ ആരംഭമാണ്. ഈ 4 വർഷ ബിരുദ പദ്ധതിയെക്കുറിച്ച് അതിൻ്റെ ഗുണദോഷ വിചാരം അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂലങ്കഷമായ ഗൗരവമായി പഠിച്ച് ചർച്ച ചെയ്ത ഏത് വിദ്യാർത്ഥി സംഘടനയാണ് കേരളത്തിലുള്ളത്? അല്ലെങ്കിൽ എഴുതിയ ആരും ആ രീതിയിലുള്ള അക്കാദമിക്കായിട്ടുള്ള യാതൊരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ, അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഈ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് 10 മണി മുതൽ 1 മണി വരെ 10 മണി മുതൽ 12 മണി വരെ പുതുതായി ചേരുന്ന 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഓറിയൻറ്റേഷൻ ഉണ്ട്. 12 മണി മുതൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗം തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ നടത്തുന്നത് 2 അധ്യാപകരാണ്. അവിടെ ഹെൽപ്പ് ഡെസ്ക് ഇല്ല. എന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി വരുന്ന രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഏതേത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതേത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് കാണിക്കാൻ NCC വോളണ്ടിയർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പല കോളേജിലും. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന, പ്രത്യേകിച്ച് സംഘടനകൾ ഹെൽപ്പ് ഡെസ്ക് ഇടുന്നത് ഞാൻ എൻ്റെ കോളേജിൽ കണ്ടിട്ടില്ല. ആകെ വേണ്ടത് വിദ്യാർത്ഥികൾക്ക് ആരോട് ചോദിച്ചാലും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, ഫിസിക്സ് എവിടെയാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്യേണ്ടത് അഡ്മിഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണ് നടന്നു വരുന്നത്. പിന്നെ മിക്ക വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നവർ ആ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രസംഗം കേൾക്കാൻ അഡ്മിഷന് നിയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഓഡിറ്റോറിയത്തിലായിരുന്നു ആ സമയം. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ക്യാമ്പസുകൾ, കലാലയങ്ങൾ, സർവകലാശാലകൾ എന്താണ് അതിൻ്റെ പരമമായ ലക്ഷ്യം? പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജ്ഞാനശാസ്ത്രപരമായും രാഷ്ട്രീയ വ്യവഹാരപരമായും ഉള്ള ഒരു പ്ലൂരലിസത്തിൻ്റെ, ബഹുസ്വരതയുടെ ഡയലോഗിക് സ്പേസാണ്, സംവാദാത്മക ഇടമാണ്
വാസ്തവത്തിൽ തീർച്ചയായും അങ്ങനെ ഒരു സംവാദം നടക്കുന്നില്ല എന്നുള്ളതാണ് സംവാദാത്മകത. അതെ, അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നടക്കുന്നില്ല. അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റ് നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. അലോഷ്യസ്, താങ്കളിപ്പോൾ കാര്യവട്ടത്തെ വിഷയത്തിൽ ഇടപെട്ട് അവിടെ നിന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ KSU SFI സംഘർഷമാണ്. കൊയിലാണ്ടിയിൽ നടന്ന മറ്റൊരു രൂപത്തിലാണ്. പ്രിൻസിപ്പളും SFIയും തമ്മിലുള്ള സംഘർഷമാണ്. KSUവിൻ്റെ ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീമതി സ്മൃതി, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് SFI നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ SFI പ്രതിരോധത്തിലാകുന്ന ഘട്ടങ്ങളിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കേസുകളെ വളച്ചൊടിക്കുക അല്ലെങ്കിൽ അതിനെ വക്രീകരിക്കുക എന്നത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കൊയിലാണ്ടി വിഷയം എടുത്താൽ തന്നെയും അവിടെ SFI ചെയ്ത തെറ്റുകളെ ഇതുവരെ അവർ തള്ളിപ്പറയാൻ, അവരുടെ വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റുകളെ അവർ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കേരള പോലീസിൻ്റെ അധിക ചുമതല കൂടി SFI ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ ചാനലിൽ വരുന്ന SFIയുടെ പ്രതിനിധികളെല്ലാം പറയുന്നത് പ്രിൻസിപ്പൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പ്രിൻസിപ്പലിനെ കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ചെന്നെത്തുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്. ഇവിടെ കേരളത്തിൽ ഭരണം നടത്തുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഇവിടെ ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ ഈ തങ്ങളുടെ വിദ്യാർത്ഥികളെ ഒരു പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്ന് പറയപ്പെടുമ്പോൾ, അതിൻ്റെ ശരി തെറ്റുകളെ പറ്റി എനിക്കറിയത്തില്ല, പറയുമ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾ അവരെ തിരിച്ച് കയ്യേറ്റം ചെയ്യുന്നു എന്നതാണ് ഇവിടെ കൊയിലാണ്ടിയിൽ സംഭവിച്ചെങ്കിൽ കാര്യവട്ടത്തെ വിഷയം വരിക. കാര്യവട്ടത്തെ വിഷയത്തിലും ഇതിൽ സമാനമായിട്ടുള്ള രീതിയിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേയേറെ ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങളെ കാണുമ്പോഴും നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIയുടെ ഒരു അപ്രഖ്യാപിത ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മറ്റ് ഇതര സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ അവരെ ശാരീരികമായി അവരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കുന്നത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള SFIയുടെ നേതൃത്വമാണ്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയ തെളിയിക്കാൻ SFI വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ഇടിമുറി. ശ്രീമതി സ്മൃതി, ഇടിമുറി എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചുകൊണ്ടല്ല ഒരു ക്യാമ്പസുകളിലും ഇടിമുറികൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി എന്ന് പറയുന്ന ഇത് 121 നമ്പർ റൂമിലേക്കാണ് ഈ പറയുന്ന ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സാൻജോസിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ച് 1 മണിക്കൂറോളം അവിടെ മർദ്ദിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ ടൗണിൽ നിന്ന് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് അവിടെ പോലീസിനെ ഉപയോഗിച്ച് ആ ക്യാമ്പസിൽ നിന്ന് ആ വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് തുടക്കം മുതൽ ഇതിൽ ഈ വിഷയങ്ങളിലെല്ലാം വലിയ രീതിയിൽ SFIയുടെ വലിയ ആക്രമണം, അത് ഏത് ക്യാമ്പസുകളാണ് നടക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കുക. സർക്കാർ ക്യാമ്പസുകളിൽ, SFIക്ക് അപ്രമാത്യമുള്ള ക്യാമ്പസുകളിൽ, അവിടുത്തെ സർക്കാർ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ 3-4 മാസം മുമ്പ് ഇങ്ങ് പൂക്കോട് സർവകലാശാലയിലെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ 3 ദിവസമായി നിരന്തരം മർദ്ദിച്ചുകൊണ്ട് ഭക്ഷണവും വെള്ളം പോലും നൽകാതെ അതിക്രൂരമായി മർദ്ദിച്ച് അവസാനം കൊന്നു കെട്ടിത്തൂക്കിയ ഒരു സംഘടനയുടെ പേരാണ് SFI. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ ഹോസ്റ്റലുകളിൽ നടക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ഇത്രയേറെ വിഷയങ്ങളുണ്ടായിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി 9:30 ആ ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായെന്ന് അവിടെ പ്രാദേശിക പോലീസിനെ വിളിച്ച് പറഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ പോലീസ് എത്തുന്നത്. അതിനുശേഷം അവിടെ സാൻജോസ് എന്ന് പറയുന്ന പരിക്കേറ്റ വിദ്യാർത്ഥിയെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. എന്തിനാണ്? എന്നിട്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, നമുക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണമോ, ഇത് ഒതുക്കി തീർത്താൽ പോരെ. കാരണം ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാരാണ്? ഇവിടെ ഒറ്റപ്പാലം മുൻ MPയുടെ മകനായ അജിന്ത് എന്ന് പറയുന്ന മുൻ സെനറ്റ് മെമ്പറാണ് അവിടെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഒത്തു തീർത്തുകൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ വായിച്ചെടുക്കേണ്ട കാര്യം, ഇവിടുത്തെ SFI ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ക്യാമ്പസിൽ ഇടതുപക്ഷ അധ്യാപകരുടെ രൂപത്തിൽ, ഇടതുപക്ഷ അനധ്യാപകരുടെ രൂപത്തിൽ, പ്രാദേശികമായിട്ടുള്ള CPM നേതാക്കന്മാരുടെ രൂപത്തിൽ, ഇവിടുത്തെ പോലീസിംഗ് സംവിധാനത്തിൻ്റെ രൂപത്തിൽ, അങ്ങനെ SFI കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും ന്യായീകരിക്കുകയും അതിന് കുട പിടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ വലിയ നെക്സസാണ് SFI എന്ന് പറയുന്ന ഒരു സംഘടനയെ ഒരു ക്രിമിനൽ കൂട്ടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിലുണ്ടായ വിഷയം ഞാൻ പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നതിന് ശേഷം പോലും അവിടെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അതിനുശേഷം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള MLAമാർ ശ്രീ ചാണ്ടിയമ്മൻ MLAയും ശ്രീ M വിൻസെൻ്റ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു. അപ്പോൾ അവരെ പോലും കയ്യേറ്റം ചെയ്യുന്നു. പോലീസിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഈ MLA കയ്യേറ്റം ചെയ്തിട്ട് ഒരു FIR പോലും ഇന്ന്
24 മണിക്കൂർ കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പകരം എന്താണ് അവിടെ നടത്തിയിരിക്കുന്നത്? അവിടെ വന്നു എന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന 2 MLA-മാർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ SFIക്ക് വേണ്ടിയിട്ട് ഇവിടെ SFIയുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ പറയുമ്പോൾ, അല്ലെങ്കിൽ CPM-ന്റെ പ്രാദേശിക നേതൃത്വം പറയുമ്പോൾ, അതിനനുസരിച്ചിട്ട് കൈകൾ ചലിക്കുന്ന തരത്തിലേക്ക് കേരള പോലീസ് മാറിയിരിക്കുന്നു. അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ ക്യാമ്പസുകളെയും കേരളത്തിൻ്റെ പൊതു ഇടങ്ങളെയും എല്ലാം മാറ്റുന്നത്. അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ്. ശരി, കൊയിലാണ്ടിയിലെ കാര്യങ്ങൾ പറയാൻ കൊയിലാണ്ടിയിൽ നിന്നുള്ള KSU നേതാവ് കൂടിയുണ്ട് AK ജാനിബ്. ജാനിബ്, എന്താണ് KSUവിന് അവിടെ കൊയിലാണ്ടി കോളേജിൽ കാണാൻ സാധിച്ചത്? പ്രിൻസിപ്പൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും അവിടെ KSU അംഗീകരിക്കുകയാണോ? അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങളും SFI വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് കടന്നു പോകുന്നു. അതുപോലെ തന്നെ പ്രിൻസിപ്പളിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് CCTV ഫുട്ടേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഇപ്പം ഇവിടെ SFIയുടെ നേതാവ് പ്രിയപ്പെട്ട സാദിഖ് അദ്ദേഹം പറയുന്നുണ്ടായി, വളരെ വൈകാരികമായിട്ട് സ്വന്തം സഹപ്രവർത്തകരെ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള വൈകാരികമായ പ്രതികരണം മാത്രമാണ് SFIയുടെ അവിടുത്തെ ഏരിയ സെക്രട്ടറി നടത്തിയെന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശത്തെ നടത്തണ്ടേ. ഞാനൊരൊറ്റ FIR നമ്പർ വായിക്കാം. FIR നമ്പർ 213/2024. ഈ പറയപ്പെടുന്ന ദിവസത്തിനും 4 മാസങ്ങൾ മാത്രം, ഏറ്റവും ചുരുങ്ങിയ 4 മാസം മുമ്പേ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ FIR-നകത്ത് അമൽ എന്ന് പറയുന്ന SNDP കോളേജിനകത്ത്, ഈ ഗുരുദേവ ക്യാമ്പസിനകത്ത് നിന്നും ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും മീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള, ഏകദേശം 50 ഏറ്റവും ചെറിയൊരു ദൂരം മാത്രം വ്യത്യാസമുള്ള 2 ചുമരുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസായ RSM SNDP കോളേജിലെ അവിടുത്തെ SFIയുടെ തന്നെ ഒരു പ്രവർത്തകനായിരുന്ന അമൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ, ഇപ്പം നമ്മളിപ്പം വലിയ കേരളത്തിനകത്ത് ഇപ്പോൾ കാര്യവട്ടം കോളേജിലെ ക്യാമ്പസിലെ ഉൾപ്പെടെയുള്ള ഇടിമുറിയെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റലിനകത്ത് പ്രവർത്തിക്കുന്ന 121 റൂമിനകത്തെ ഇടിമുറിയെക്കുറിച്ച് സംസാരിക്കുമ്പം ഇതേ RSM SNDP കോളേജിനകത്തെ ചേർന്ന് കിടക്കുന്ന, ഈ ഗുരുദേവ കോളേജിനോടും അടുത്ത് ചേർന്ന് കിടക്കുന്നതായിരിക്കുന്ന നാണു എന്ന് പറയുന്ന അവിടുത്തെ CPM നേതാവിൻ്റെ വീടിനകത്തേക്ക് ഈ അമൽ എന്ന് പറയുന്ന പയ്യനെ, 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയെ വലിച്ചിഴച്ച് കൊണ്ടുപോയി മൃഗീയമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അവൻ്റെ മൂക്കിൻ്റെ പാലം, ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു, മൂക്കിൻ്റെ പാലം ഇടിച്ച് തകർത്ത് അദ്ദേഹത്തെ മാരകമായി ആക്രമിച്ച കേസിനകത്തെ 2ാമത്തെ പ്രതിയാണ് ഇപ്പോൾ സാദിഖ് പറഞ്ഞ ഈ വൈകാരികമായി പ്രതികരിച്ചു എന്ന് പറയുന്നയാൾ. ഇതിനകത്തെ, ഈ കേസിനകത്തെ 4ാമത്തെ പ്രതി അഭിനന്ദ് എന്ന് പറയുന്ന ഈ SFIയുടെ കർണപടം അടിച്ച് പൊട്ടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന നേതാവ്, അദ്ദേഹമാണ് ഈ കേസിനകത്തെ 4ാമത്തെ പ്രതി. നമ്മൾ ഈ CCTV ഫുട്ടേജിനകത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ നീല ഡ്രസ്സ് യൂണിഫോം ധരിച്ചിട്ടുള്ള 1, 2, 3 കുട്ടികൾ അവിടുത്തെ അധ്യാപകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും സ്റ്റാഫ് യൂണിയൻ്റെ ഭാരവാഹികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കുന്ന ബന്ധം. ആ കയ്യേറ്റം ചെയ്യാൻ നേതൃത്വം കൊടുത്ത അനുനാഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, ആ നീല ഷർട്ടിട്ട യൂണിഫോം ധരിച്ച അനുനാഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ കേസിനകത്തെ 3ാമത്തെ പ്രതിയാണ്. അപ്പോൾ ഇത് ഇന്ന് ആദ്യമായിട്ട് ആ ക്യാമ്പസിനകത്ത് അരങ്ങേറുകയോ ആ പ്രദേശത്ത് അരങ്ങേറുകയോ അതിൻ്റെ വൈകാരികമായ പുറത്ത് അവിടെ പ്രതികരണം ഉണ്ടാകുകയോ ചെയ്തതല്ല. ഞാനിവിടെ വീണ്ടും ആവർത്തിച്ച് പറയും, നിങ്ങൾ ഈ SFIയുടെ ഈ ക്രിമിനലുകളെ വളർത്തുന്ന പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കണം. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ അന്ന് അവസാനിപ്പിച്ച, ഒരു പക്ഷേ അമലിൻ്റെ വിഷയത്തിനകത്ത് ഞങ്ങൾ ഉൾപ്പെടെ പ്രിൻസിപ്പൽ ഉപരോധിക്കുകയും ഈ പറയപ്പെടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി പോലീസിലും അതുപോലെ തന്നെ അവിടെ ഉന്നതമായ സമിതിയിലും കൃത്യമായിട്ട് സമരം ചെയ്ത് കടന്നു പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ അന്ന് ഉന്നയിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തോടും അവിടുത്തെ കൊയിലാണ്ടിയിലെ SFI നേതൃത്വത്തോടും അതുപോലെ തന്നെ ഉന്നതമായ ഈ പൊതുസമൂഹത്തോടും നമ്മളന്ന് കൃത്യമായിട്ട് പറഞ്ഞാണ്, ഇവരെ നിലക്ക് നിർത്തണം, ഇവരെ പിടിച്ചു കെട്ടണം, ഈ ഗുണ്ടകളെ, ഈ ക്രിമിനലുകളെ, SFIയുടെ ഇടിമുറിയായി പ്രവർത്തിക്കുന്ന നാടുവിൻ്റെ വീടുൾപ്പെടെ റെയ്ഡ് ചെയ്ത് അവിടെ നിന്നും നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ അന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. ഇതിന്റെ ഒരു ആവർത്തനം തന്നെയാണ്. ഒരു കാര്യം കൂടി, ഈ കൊയിലാണ്ടിയിലെ ഞാൻ അവസാനിപ്പിക്കും. ഇന്നലെ ഈ വിഷയം, ഈ കൊലവിളി പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ അതിനും തൊട്ടപ്പുറത്തെ ക്യാമ്പസായ കൊയിലാണ്ടിയിലെ ഗവൺമെൻറ് കോളേജിനകത്ത് ഈ SFIയുടെ ക്രിമിനലുകൾ അവിടെ 1ാം വർഷ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി KSU കെട്ടിയായിരിക്കുന്ന കൊടികളും തോരണങ്ങളും ഇത് മുഴുവൻ നശിപ്പിച്ച് അവിടെ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കടന്നു പോകുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള KSUവിൻ്റെ ഭാരവാഹികൾ അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്താണ് മറ്റൊരു ക്യാമ്പസിൽ ഈ ഒരു വിഷയം കൊയിലാണ്ടിയിലാകെ ഇവർ അരാജകത്വ രാഷ്ട്രീയം
പ്രധാനപ്പെട്ട കാര്യമായി വന്നിരിക്കുന്നത് SFIയുടെ മോശം പെരുമാറ്റമാണ് എന്ന വിലയിരുത്തൽ കൂടി CPM സംസ്ഥാന സമിതി നടത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ മറുപടി പറയാം. അല്ല, SFIയെ സംബന്ധിച്ച് അത്തരത്തിൽ ആരെങ്കിലും വിലയിരുത്തൽ നടത്തിയതായി എനിക്കറിയില്ല. SFI വളരെ കൃത്യമായി അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയും ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പല ക്യാമ്പസുകളിലും വിജയം നേടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. SFIയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ SFI എന്ന സംഘടനയെ വളരെ മോശമായി വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ അത് വിജയം കാണുന്നതിനെ സംബന്ധിച്ചാണ്. മഹാരാജാസ് കോളേജിൽ നടന്നു, പാലക്കാട് കോളേജിൽ നടന്നു, എല്ലായിടത്തും ഞാൻ പറയട്ടെ, സ്മൃതി ഇടപെടല്ല, അവസാന സമയമാണ്. ഞാൻ പറയട്ടെ, ഈ ചർച്ചയുടെ പാനൽ തന്നെ താങ്കൾ നോക്കൂ. ഞാൻ പറയുന്നതിൽ ഇടപെടരുത്. ഞാൻ പറയട്ടെ, ഈ ചർച്ചയുടെ പാനലിൽ SFI പ്രതിനിധിയായി ഞാൻ നിൽക്കുന്നു. KSUവിനെ പ്രതിനിധീകരിച്ച് 3 പേരാണ്. ഒരു കുഴപ്പമില്ലായിരുന്നു. കുറെ ചോദിച്ചതിന് ശേഷമാണ് താങ്കളെ കിട്ടിയത്. ഞാൻ പറയട്ടെ, അല്ലല്ല, ആ 2 പേര്. പിന്നെ ജാനിബ് എന്ന് പറയുന്ന 3 KSU നേതാക്കൾ ഈ ചർച്ചയിൽ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സംസാരിച്ചു. പിന്നെ മറ്റൊരു അധ്യാപകൻ എന്ന് പറഞ്ഞ് മറ്റേതോരു അധ്യാപകൻ സംസാരിച്ചു. 4-5 പേരെ കൊണ്ടുവന്ന് നിർത്തി ഈ ചാനൽ അവതാരികയും കൂടെ പക്ഷം ചേർന്ന് 6 പേര് ഒരു മണിക്കൂറിൽ SFIക്കെതിരെ ഇങ്ങനെ ചർവിതം സംസാരിക്കുകയാണ്. നമ്മളൊരാൾ അതിനെ എല്ലാം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം. ആ സംസാരത്തിൽ താങ്കൾ ഇടപെടുകയും ചെയ്യും. എന്നിട്ട് ഈ ബൈറ്റും ഈ വിഷ്വൽസും കാണുന്ന ജനങ്ങൾക്കിടയിലേക്ക് SFIയെ സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കണം. ഈ പണിയാണല്ലോ നിങ്ങൾ എടുക്കുന്നത്. ആ പണി റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആഹ്ലാദിക്കുക എന്നല്ലാതെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ എടുക്കുന്ന പണി കേരളത്തിൽ 1970 മുതൽ ഈ 2024 വരെയുള്ള കാലയളവ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഈ KSU എന്ന് പറയുന്ന സംഘടനയായിരുന്നല്ലോ അടക്കി ഭരിച്ചിരുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ. ആ ക്യാമ്പസുകളിൽ നിന്ന് KSU എങ്ങനെയാണ് ഇപ്പൊ നാമാവശേഷമായത്? കേരളത്തിലെ ക്യാമ്പസുകളിൽ എത്ര വിദ്യാർത്ഥികളെ കൊന്നൊടുക്കിയ സംഘടനയായി KSU. സഖാവ് ധീരജ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ അവസാന കാലത്ത് ആ KSU എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥികളെ ഒറ്റപ്പെടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്താണ് സംഭവിച്ചത്? ഒരു കോളേജിൽ തോറ്റു, അങ്ങനെ പലയിടത്തും തോൽക്കുന്നേ. അതാണ് പറഞ്ഞത്. മറ്റു പല സ്ഥലങ്ങളും ഞങ്ങൾ ജയിച്ചല്ലോ. കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റനേക യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളെല്ലാം തിരുത്താറുണ്ടെങ്കിൽ തിരുത്തൂ. തിരുത്താറുള്ളത് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് പറയൂ. ഇപ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാകുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ പിഴവ് സമ്മതിക്കാൻ സാധിക്കണം. അത് KSU ആയാലും SFI ആയാലും തിരുത്തിയാലേ മുന്നോട്ട് പോകാനാവൂ. മുഹമ്മദ് സാദിഖ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട പാർട്ടി തന്നെ CPM തന്നെ അങ്ങനെ വിലയിരുത്തൽ നടത്തി കഴിഞ്ഞതാണ്. തിരുത്തി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞതാണ്. വീഴ്ചകൾ പരിശോധിക്കുമെന്ന് പറഞ്ഞതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേക ധാർഷ്ട്യത്തിന്റെ ഭാഷ? SFIയെ തിരുത്താൻ താങ്കൾ ശ്രമിക്കണ്ട. ഞാനുമായി ഇങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റേറ്റിംഗ് കൂടുകയാണെങ്കിൽ അങ്ങ് കൂടിക്കോട്ടെ. SFI പ്രതിനിധിയുമായി ആങ്കറുടെ തർക്കം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരുത്തേണ്ടത് എന്താണെന്നും തിരുത്താണ്ടിരിക്കേണ്ടത് എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കാലിക്കറ്റ് സർവകലാശാല മാത്രമല്ല, കേരളത്തിൽ മറ്റനേകം സർവകലാശാലയുണ്ട്. MGയും കേരളയും കുസാറ്റും അതേപോലെ തന്നെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും എല്ലാം ഉണ്ട്. കാർഷിക സർവകലാശാലയുണ്ട്. ഇവിടെ എല്ലാം SFI ആണ് ജയിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, മറ്റനേകം മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ പലയിടത്തും SFI ജയിക്കുന്നു. കുഹാസിൽ തന്നെ 54 കോളേജിൽ തെരഞ്ഞെടുപ്പെടുമ്പോൾ 44 സ്ഥലത്ത് SFI ജയിച്ചു. അതൊന്നും നിങ്ങൾക്ക് വാർത്തയല്ല. SFI ജയിക്കുന്നത് നിങ്ങൾക്ക് വാർത്തയേ അല്ല. SFIക്ക് എവിടെയെങ്കിലും ഒരു തോൽവി വാർത്തകൾ SFIക്കെതിരെ വന്നാൽ അത് സാഹചര്യം തിരുത്തൽ വരുത്തുന്നു എന്ന് കൂടി പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. താങ്കൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. മുഹമ്മദ് സാദിഖ്, അല്ല, ഞങ്ങളുടെ ആന്തരികമായി നിങ്ങൾ ഈ KSU നടത്തുന്ന അക്രമങ്ങളുണ്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, കാത്തോലിക്കറ്റ് കോളേജിലെല്ലാം. അതേ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ KSUവിനെ വെള്ളരിപ്രാവുകളായി ചിത്രീകരിക്കുകയും SFI ആകെ വക്രീകരിക്കുകയും ചെയ്യുന്ന പണി നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ അന്ന് അവിടുന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ SFIയുടെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള SFIയുടെ യൂണിറ്റ് കമ്മിറ്റി 1970 മുതൽ ക്രമാനുഗതമായി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉപ്പുവെച്ച കലം പോലെയായിരിക്കും അന്ന് അവരെ താക്കീത് ചെയ്യാൻ തയ്യാറായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എനിക്ക് ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടാണ്, ഈ ലോകം മുഴുവൻ കണ്ടതാണ് ഏത് തരത്തിലുള്ള കൊലവിളിയാണ് എനിക്കെതിരെ നടന്നതെന്ന്.
ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ സംസ്ഥാനത്തെ ഒരു പൗരനാണ് ഞാൻ. എനിക്ക് പേരിൽ ഇത്രയും വലിയൊരു കൊലവിളി നടന്നിട്ട് ഇത്രയായിട്ടും ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടോ, സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോർത്ത് പോലീസോ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനമോ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അത് വളരെ ഖേദകരമാണ്, വളരെ ഖേദകരമാണ്. എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ, സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും ഒരു പോലീസും അന്വേഷിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. ഷീബ എന്ന് പറയുന്ന സ്ത്രീയുടെ പരാതി, അധ്യാപികയുടെ പരാതി, 7 വർഷമായി സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഇദ്ദേഹത്തിന് 5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. 7 വർഷമായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപികയെ, ജേർണലിസ്റ്റ് അധ്യാപികയെ മാനസികമായി പീഡിപ്പിച്ച് പുറത്തു ചാടിച്ച ആളാണ്. അക്രമ സംഭവങ്ങൾക്കുള്ള മറുപടിയാണ് വേണ്ടത്. അത് ആരുടെ ഭാഗത്തുനിന്നായാലും, പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നായാലും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ. താങ്കൾ പറയുന്ന പോലെ ആ ദൃശ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരട്ടെ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പലിനെ കൂടി ചോദ്യം ചെയ്യാം. ഇപ്പോൾ നിലവിൽ നിങ്ങളാണ് പ്രതിരോധത്തിൽ, നിങ്ങളുടെ ഭാഗത്താണ് കൃത്യമായ മറുപടി വേണ്ടതും. അതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മുഹമ്മദ് സാദിഖ്. അല്ല, ഞങ്ങൾ പ്രതിരോധത്തിലാണെന്ന് സ്മൃതി അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ? വിദ്യാർത്ഥികൾക്കിടയിൽ നിങ്ങൾ ക്യാമ്പസിലേക്ക് മൈക്കെടുത്തു വന്ന അഭിപ്രായം ചോദിക്കും എല്ലാ ക്യാമ്പസുകളിലും. നിങ്ങളൊരു ചർച്ച സെറ്റ് ചെയ്ത് അതിൽ SFI പ്രതിരോധത്തിലാണെന്ന് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടൊന്നും SFIക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ അധ്യാപകന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അദ്ദേഹം അധ്യാപികയോട് പോലും മോശമായി പെരുമാറിയ സമീപകാല ചരിത്രമുള്ള ആളാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മോശം പറയാനുള്ള ഒരു വേദിയല്ല ഇത്. താങ്കൾക്ക് ആ വിഷയങ്ങൾ വേറെ വേദിയിൽ അത് ഉന്നയിച്ച് അതിൽ തെളിവൊക്കെ കൊണ്ടുവന്ന ശേഷം ചർച്ച ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് നിങ്ങൾ എതിർക്കുന്ന ആളുകളെ രീതിയിലും നിങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല ഈ ചർച്ചയിൽ. നിങ്ങൾക്ക് ഈ വിഷയം മാത്രം, ഈ വിഷയത്തിലൂന്നി സംസാരിക്കാനേ പറ്റൂ. ഈ വിഷയത്തിലൂന്നി താങ്കൾക്ക് അവസാനമായി പറയാനുള്ളത് പറയാം. ഈ വിഷയമായതുകൊണ്ടാണോ താങ്കൾ വയനാട് വെറ്റിനറി കോളേജിനെ കുറിച്ച് ചർച്ച ചെയ്തത്? ഈ വിഷയമായതുകൊണ്ടാണോ? താങ്കൾക്ക് ഇഷ്ടമുള്ള വിഷയം കൊല്ലപ്പെട്ടതാണ്. ചരിത്രവുമാകാം, ഭൂമിശാസ്ത്രമാവാം. പറയുമ്പോൾ ഈ വിഷയം മാത്രമേ പറയാവൂ എന്ന് പറയുന്നത് കേട്ടോ, അല്പം വിനയമാകാം. കേരളം മാസങ്ങളോളം ചർച്ച ചെയ്ത വിഷയമാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം നിങ്ങൾ ആദ്യം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അറിഞ്ഞതാണ്. നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പ്രതികളായത്. ധീരജിന്റെ കൊലപാതകം മാസങ്ങളോളം കേരളം ചർച്ച ചെയ്തല്ലേ? അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, KSUവിന്റെ കൊലപാതകം ചർച്ച ചെയ്തല്ലോ അല്ലേ? കേരളം ചർച്ച ചെയ്തല്ലോ മുഹമ്മദ് സാദിഖ്. അപ്പോൾ അതും ചർച്ച ചെയ്യും. ഇനി കേസ് ഉണ്ടാക്കിയാൽ അതും ചർച്ച ചെയ്യും. നിങ്ങളാണ് തുടർച്ചയായി കേസ് ഉണ്ടാക്കുന്നത്, അത് ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ നവമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ ചർച്ചയാണ്. അല്ലാതെ നിങ്ങളാരും അതിൽ KSUവിനെ ഇപ്പോഴും വെള്ളപൂശി തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. KSUവിന്റെ നേതാക്കളെല്ലാം കൊലപാതക കേസിൽ നിങ്ങളുടെ നിർഭാഗ്യവശാൽ നിങ്ങളാണ് വിഷയം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. നമുക്ക് നിർവാഹമില്ല. വളരെ നന്ദി. സമയക്കുറവ് മൂലമാണ് KSUവിൽ നിന്ന് ഇത്രയധികം പ്രതിനിധികളൊക്കെ ഉണ്ടായത്. ഓരോ ഘട്ടത്തിൽ ആളില്ല എന്ന് പറഞ്ഞ് പിന്നീട് വന്നതാണ്. അതിൽ ക്ഷമിക്കുക. താങ്കൾക്ക് പരമാവധി സമയം തന്നിട്ടുണ്ട് മുഹമ്മദ് സാദിഖ്. താങ്കളുടെ ഭാഗം വിശദീകരിക്കാൻ പരമാവധി സമയം തന്നിട്ടുണ്ട്. അവർക്ക് കൂടുതൽ സമയം കൊടുത്തിട്ടുമില്ല. ആലോചിയൊക്കെ ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നൽകിയിട്ടുള്ളൂ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.